ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പുതിയ അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. ജില്ലാതല ഒഴിവുകളെ കുറിച്ചാണ്. ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലവിലുള്ളതും 2024 ഡിസംബറിന് മുമ്പിൽ ആരംഭിക്കാൻ പോകുന്നതുമായ വിവിധ ജില്ലയിലെ വിവിധ ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപേക്ഷകർ ആയത് നോക്കി ഒഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫോമുകൾ പൂരിപ്പിക്കുക. 25/3/2024 പ്രസിദ്ധീകരിക്കുന്ന ജില്ലാ ഏരിയ തലത്തിലുള്ള മെരിറ്റ് ലിസ്റ്റ് നോക്കി ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറി മാറ്റം വരുത്തുന്നതിന് 28/3/2024 ഫൈനൽ ഇൻ്റർവ്യൂ ഫോം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതിൽ പറയുന്നത് 25-ാം തീയതിയാണ് ജില്ലാ ഏരിയ തിരിച്ചുള്ള മെരിറ്റ് ലിസ്റ്റ് വിടുന്നത്. അതിൽ നിങ്ങൾ ഒഴിവുകൾ നോക്കിയിട്ട് 28-ാം തീയതി 28/3/2024 ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ ഫോം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൻ്റെ ഒഴിവുകൾ അനുസരിച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഒഴിവുകളുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ചിട്ടുള്ളതാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത്. ഇപ്പം ട്രിവാൻഡ്രത്ത് റീജിയണൽ മാനേജറുടെ ഒരു ഒഴിവുണ്ട്, ബ്രാഞ്ച് മാനേജർ 13 ഒഴിവ്, അസിസ്റ്റൻറ്റ് മാനേജർ 10 ഒഴിവുണ്ട്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒരു ഒഴിവാണ്, അക്കൗണ്ടൻറ്റ് 12, കാഷ്യർ 11, ക്ലർക്ക് 27, ഗ്രാമസേവകർ 350 ഒഴിവുകളുണ്ട്. അടുത്തത് കൊല്ലം ജില്ലയിൽ നോക്കാം. അത് റീജിയണൽ മാനേജർ ഒരു ഒഴിവാണ്, ബ്രാഞ്ച് മാനേജർ 11 അസിസ്റ്റൻറ്റ് മാനേജറും 11, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 11, അക്കൗണ്ടൻറ്റ് 11, കാഷ്യർ 11, ക്ലർക്ക് 33 ഒഴിവുണ്ട്. പിന്നെ ഗ്രാമസേവകർ 275 ഒഴിവാണുള്ളത്. അടുത്ത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ റീജിയണൽ മാനേജർ ഒരു ഒഴിവാണ്, ബ്രാഞ്ച് മാനേജർ 5, അസിസ്റ്റൻറ്റ് മാനേജർ 5, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 5, കാഷ്യർ 5, ക്ലർക്ക് 15, ഗ്രാമസേവകർ 125 ഒഴിവുണ്ട്. അടുത്ത ആലപ്പുഴ ജില്ലയിൽ അതുപോലെ തന്നെയാണ്. റീജിയണൽ മാനേജർ ഒരു ഒഴിവുണ്ട്, ബ്രാഞ്ച് മാനേജറുടെ 8 ഒഴിവുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജർ 6 ഒഴിവാണ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒരു ഒഴിവുണ്ട്, അക്കൗണ്ടൻറ്റ് 6, കാഷ്യർ 6, ക്ലർക്ക് 24, ഗ്രാമസേവകർ 200. അടുത്ത് കോട്ടയമാണ്. കോട്ടയം അതുപോലെ തന്നെയാണ്. റീജിയണൽ മാനേജർ ഒരു ഒഴിവ്, ബ്രാഞ്ച് മാനേജർ 9, അസിസ്റ്റൻറ്റ് മാനേജർ 9 ഒഴിവുണ്ട്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒരു ഒഴിവാണ്, അക്കൗണ്ടൻറ്റ് 9, കാഷ്യർ 9, ക്ലർക്ക് 27, ഗ്രാമസേവ 225. അടുത്ത് ഇടുക്കി ജില്ലയിൽ റീജിയണൽ മാനേജറിൻ്റെ ഒഴിവില്ല കേട്ടോ. പിന്നെ ബ്രാഞ്ച് മാനേജർ 5 ഒഴിവാണുള്ളത്. അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ 5 ഒഴിവുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒരു ഒഴിവുണ്ട്, അക്കൗണ്ടൻറ്റ് 5, കാഷ്യർ 5, ക്ലർക്ക് 15, ഗ്രാമസേവകർ 125. അടുത്ത് എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ജില്ലയിൽ റീജിയണൽ മാനേജറിൻ്റെ ഒഴിവില്ല. ബ്രാഞ്ച് മാനേജർ 13 ഒഴിവുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജർ 12, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 12, കാഷ്യർ 12, ക്ലർക്ക് 39 ഒഴിവുണ്ട്. അതുപോലെ ഗ്രാമസേവകർ 350 ഒഴിവുണ്ട്. അടുത്ത് തൃശ്ശൂരിൽ നോക്കാം. തൃശ്ശൂരിൽ റീജിയണൽ മാനേജറുടെ ഒരു ഒഴിവുണ്ട്, ബ്രാഞ്ച് മാനേജർ 13, അസിസ്റ്റൻറ്റ് മാനേജർ 13, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 13, കാഷ്യർ 13, ക്ലർക്ക് 39, ഗ്രാമസേവകർ 350. അടുത്ത പാലക്കാട് ജില്ലയിൽ അതുപോലെ തന്നെയാണ്. റീജിയണൽ മാനേജർ ഒരു ഒഴിവുണ്ട്, ബ്രാഞ്ച് മാനേജർ 12, അസിസ്റ്റൻറ്റ് മാനേജർ 12, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 12, അതുപോലെ തന്നെ കാഷ്യർ 12, ക്ലർക്ക് 36, ഗ്രാമസേവകർ 300. അടുത്ത് കോഴിക്കോട് റീജിയണൽ മാനേജർ ഒരു ഒഴിവാണ്, ബ്രാഞ്ച് മാനേജർ 13, അസിസ്റ്റൻറ്റ് മാനേജർ 13, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 13, കാഷ്യർ 13, ക്ലർക്ക് 39 ഒഴിവുണ്ട്, ഗ്രാമസേവകർ 350 ഒഴിവുണ്ട്. അടുത്ത് മലപ്പുറം ജില്ലയിൽ നോക്കാം. മലപ്പുറത്താണെങ്കിൽ റീജിയണൽ മാനേജർ ഒരു ഒഴിവാണ്. അടുത്ത് ബ്രാഞ്ച് മാനേജർ 16 ഒഴിവുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെയും 16 ഒഴിവുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററിൻ്റെ ഒരു ഒഴിവ്, അക്കൗണ്ടൻറ്റ് 16, കാഷ്യർ 16, ക്ലർക്കിൻ്റെ 48 ഒഴിവുണ്ട്. അതുപോലെ തന്നെ ഗ്രാമസേവകർ 400 ഒഴിവുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവ് മലപ്പുറത്താണെന്ന് തോന്നുന്നു. വയനാടിലാണെങ്കിൽ റീജിയണൽ മാനേജറിൻ്റെ ഒഴിവില്ല. അടുത്ത് ബ്രാഞ്ച് മാനേജർ 3 ഒഴിവുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ 3 ഒഴിവുണ്ട്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അടുത്ത്
അക്കൗണ്ടൻറ്റ് 3, കാഷ്യർ 3, ക്ലർക്ക് 9, ഗ്രാമസേവ 75 ഒഴിവാണ്. അടുത്ത് കണ്ണൂർ അതുപോലെ തന്നെയാണ്. റീജിയണൽ മാനേജർ 1 ഒഴിവുണ്ട്. ബ്രാഞ്ച് മാനേജർ 11 ഒഴിവാണ്. അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ 11, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1, അക്കൗണ്ടൻറ്റ് 11, കാഷ്യർ 11, ക്ലർക്ക് 33, ഗ്രാമസേവ 275 ഒഴിവാണുള്ളത്. അതുപോലെ കാസർഗോഡ് റീജിയണൽ മാനേജർ 1 ഒഴിവുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജറും ബ്രാഞ്ച് മാനേജർ 5 വീതമുണ്ട്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 1 ഉണ്ട്. അക്കൗണ്ടൻറ്റ് കാഷ്യറും 5 വീതം. അടുത്ത് ക്ലർക്ക് 15, ഗ്രാമസേവ 125. അങ്ങനെ റീജിയണൽ മാനേജറുടെ 11 ഒഴിവാണ് ടോട്ടൽ വരുന്നത് കേരള സ്റ്റേറ്റിൽ. ബ്രാഞ്ച് മാനേജർ 137 ഒഴിവുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജർ 131 ഒഴിവ്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ 14 ഒഴിവ്. അടുത്ത് അക്കൗണ്ടൻറ്റ് 133, കാഷ്യർ 132, ക്ലർക്ക് 399 ഒഴിവാണുള്ളത്. ഗ്രാമസേവ 3525 ഒഴിവുണ്ട്. ഇത്രയാണ് വേക്കൻസി വിടുന്നില്ല. അടുത്ത് നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്ന ശമ്പള വിതരണത്തെക്കുറിച്ച് ടേബിൾ എയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം മാനേജറുടെ ശമ്പളമാണ്. ബേസിക് പേ എന്ന് പറയുന്നത് 18,383 രൂപ. DA 42% ആണ്. അത് 7,720 രൂപ. ടോട്ടല് 26,103 രൂപയാണ് മാനേജർക്ക് ലഭിക്കുന്നത്. അടുത്ത് അസിസ്റ്റൻറ്റ് മാനേജറെ നോക്കാം. അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 15,995. DA 42% DA ആഡ് ചെയ്യുമ്പോൾ 6,718. ടോട്ടല് 22,713 രൂപയാണ്. അടുത്ത അക്കൗണ്ടൻറ്റിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 15,995 ആണ്. അതിൻ്റെ DA 6,718. ടോട്ടൽ 22,713 രൂപയാണ്. കാഷ്യറിന് അതുപോലെ തന്നെ 15,199 രൂപ. DA 6,384 രൂപ. ടോട്ടൽ 21,583 രൂപ. ക്ലർക്ക് ബേസിക് പേ എന്ന് പറഞ്ഞാൽ 11,460. DA 4,812. ടോട്ടൽ 16,272. പ്യൂണിനാണെങ്കിൽ 9,231 രൂപയാണ് ബേസിക് പേ. DA 3,877. ടോട്ടൽ 13,108 രൂപ. അടുത്ത് നമുക്ക് റീജിയണൽ മാനേജർ 30,640 DA ചേർക്കുമ്പോൾ DA 12,869. ടോട്ടൽ 43,509 രൂപയാണ് റീജിയണൽ മാനേജർക്ക് ലഭിക്കുന്നത്. അടുത്തത് റീജിയണൽ അസിസ്റ്റൻറ്റ് മാനേജർക്ക് 20,896 രൂപ. DA 8,776. ടോട്ടൽ 29,672. അതുപോലെ റീജിയണൽ അക്കൗണ്ടൻറ്റ് 17,500 പ്ലസ് 7,350. ടോട്ടൽ 24,850. അടുത്ത റീജിയണൽ സെക്ഷൻ ക്ലർക്കിൻ്റെയാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ 12,500 പ്ലസ് 5,250. ടോട്ടൽ 17,750 സെക്ഷൻ ക്ലർക്കിൻ്റെ. അടുത്ത ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അത് 17,500 ബേസിക് പേ ഉണ്ട്. DA 7,350. ടോട്ടൽ 24,850 ഡിസ്ട്രിക്ട് കോർഡിനേറ്ററിൻ്റെ. അടുത്ത ചീഫ് ജനറൽ മാനേജർ അതിൻ്റെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നത് കേട്ടോ. 86,470, 7,350. ടോട്ടൽ 24,850 കൊടുത്തിട്ടുള്ളത്. അടുത്ത് ഹെഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് മാനേജറാണ്. അതിൽ ബേസിക് പേ 17,500. DA 7,350. ടോട്ടൽ 24,850. അടുത്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ടൻറ്റ് 17,500 പ്ലസ് 7,350. ടോട്ടൽ 24,850. അടുത്തത് സെക്ഷൻ ക്ലർക്കിൻ്റെയാണ്. ഹെഡ് ഓഫീസ് സെക്ഷൻ ക്ലർക്ക് 15,199 പ്ലസ് 6,384. ടോട്ടൽ 21,583 രൂപയാണ്. അടുത്ത് ഗ്രാമസേവകൻ്റെ 12,000 രൂപ ബേസിക് പേ. DA 3,000. ടോട്ടൽ 15,000. പിന്നെ ക്ലാസ് സാലറി സ്കെയിൽ ടേബിൾ ബിയിൽ അതിൻ്റെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ബേസിക് പേ ഒക്കെ ബേസിക് പേയും DA എല്ലാം ചേർത്ത് വരുന്ന ഓരോ വർഷത്തിൽ വരുന്നതാണ്. അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് മാറുമ്പോഴുള്ള വ്യവസ്ഥകളും ശമ്പള വർധനവ് വിവരങ്ങളുമാണ്.
അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശമ്പളം അതാത് സൊസൈറ്റിയുടെ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചുള്ള ശമ്പള സ്കെയിലാണ് നൽകുന്നത്. ആയതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തത് അതാത് ബ്രാഞ്ചിൻ്റെ ലാഭവിഹിതത്തിൽ ശമ്പള വിഹിതത്തിലേക്ക് നീക്കിവയ്ക്കപ്പെടുന്ന ഫണ്ടിൽ നിന്നാണ് ശമ്പളം നൽകുന്നത്. ശമ്പളം നൽകുന്നത് ബ്രാഞ്ചിലെ വിഹിതത്തിൽ ശമ്പളത്തിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേക ഫണ്ട് നീക്കി വയ്ക്കുന്നു, അതിൽ നിന്നാണ് ശമ്പളം നൽകുന്നത്. രണ്ടാമത്തെ ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ 15 ദിവസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാമാണ്? ഓഫീസ് ഇരിപ്പിടം, ഫയലുകൾ, യാത്ര സംബന്ധിച്ച്, താമസം സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മൂന്നാമത്തത് ജോലിയിൽ പ്രവേശിച്ച് 13-ാം മാസം മുതൽ ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് PF, പെൻഷൻ വിഹിതം, ഇൻഷുറൻസ് തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾ പിടിക്കുന്നതാണ്. ജോലിയിൽ പ്രവേശിച്ച് 90 പ്രവൃത്തി ദിവസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ട്രെയിനിങ് പീരീഡിലെ ആദ്യ 30 ദിവസം നിലവിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലായിരിക്കും ട്രെയിനിങ് നൽകുക. ഈ സമയത്ത് 5000 രൂപ സ്റ്റൈവൻറ്റ് മാത്രമേ ലഭിക്കൂ. ശമ്പളം നൽകുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള B ടേബിൾ പറയുന്ന ശമ്പള സ്കെയിൽ അനുസരിച്ചായിരിക്കും. തുടക്കത്തിൽ ശമ്പളം ലഭിക്കുന്നത് A ടേബിൾ പറയുന്ന ക്രമത്തിലായിരിക്കും. A ടേബിളാണ് ആദ്യം പറഞ്ഞത്. സർവീസിൽ തുടങ്ങുന്ന സമയത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന DA ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. ലാഭത്തിൽ പോകുന്ന സംഘങ്ങൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സംഘത്തിൻ്റെ കാറ്റഗറി മാറുന്നതിനനുസരിച്ചും C ടേബിളിൽ പറയുന്ന അനുസരിച്ച് ശമ്പള വർധനവ് ഉണ്ടാകും. സംഘത്തിൻ്റെ പ്രവർത്തനം ABCD എന്നീ 4 ക്ലാസുകളായി മാറുന്നത്. ഇതിൽ D ക്ലാസ്സാണ് സംഘത്തിൻ്റെ തുടക്കം. ഒരു വർഷം 4 കോടി രൂപ വായ്പാ വിതരണം നടത്തുന്ന സംഘങ്ങളാണ് C ക്ലാസ്സിൽ വരുന്നത്. ഒരു വർഷം 8 കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തുന്ന സംഘങ്ങളാണ് B ക്ലാസ്സിൽ വരുന്നത്. ഒരു വർഷം 15 കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തുന്ന സംഘമാണ് A ക്ലാസ്സിൽ വരുന്നത്. സംഘം ഓരോ ക്ലാസ്സുകളിലേക്ക് മാറുമ്പോൾ ആ ബ്രാഞ്ച് നിലവിലുള്ള ജീവനക്കാർക്കും ഈ സംഘത്തിൽ നിന്നുള്ള 3 മാസത്തിനുള്ളിൽ ട്രാൻസ്ഫറായി പോയിട്ടുള്ള ബ്രാഞ്ച് ജീവനക്കാർക്കും നിലവിൽ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് ഡിയിൽ നിന്ന് സിയിലേക്ക് മാറുമ്പോൾ 10%, സിയിൽ നിന്ന് ബിയിലേക്ക് മാറുമ്പോൾ 15%, ബിയിൽ നിന്ന് എയിലേക്ക് മാറുമ്പോൾ 20% ശമ്പള വർധനവ് ലഭിക്കുന്നതാണ്. ഈ വർധനവ് ഇൻക്രിമെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് മാറുന്നതനുസരിച്ച് ശമ്പള വർധനവ് ഉണ്ടാകും. അതിൽ ഓരോ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കും മാറുന്നത്. ഒരു പ്രാവശ്യം ക്ലാസ് മാറ്റം സംഭവിച്ച ബ്രാഞ്ചിൽ ആ ബ്രാഞ്ചിലെ ക്ലാസ് കാറ്റഗറി മാറിയ സമയത്തെ മൂല്യത്തുകയുടെ 60% താഴെ ബിസിനസ് ആയാൽ മാത്രമേ പഴയ ക്ലാസ്സിലേക്ക് മാറ്റപ്പെടുകയുള്ളൂ. ക്ലാസ് മാറിയ ഒരു ജീവനക്കാരൻ ക്ലാസ് മാറാത്ത ഒരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയാലും ശമ്പളത്തിൽ കുറവ് വരില്ല. ക്ലാസ് മാറുന്ന സമയത്തെ 90 ദിവസം മുമ്പെങ്കിലും ഈ ബ്രാഞ്ച് ജോലി ചെയ്താൽ മാത്രമേ ക്ലാസ് മാറ്റവേതനം ലഭിക്കൂ. ക്ലാസ് മാറുന്ന സംഘത്തിൽ നടത്തുന്ന MDSൽ 5% പങ്കാളിത്തം ഇല്ലാത്തവർക്ക് ബ്രാഞ്ച് ക്ലാസ് മാറിയാലും വേതന വ്യത്യാസം ലഭിക്കില്ല. ഉദാഹരണത്തിന് 100 അംഗങ്ങൾ ആ ബ്രാഞ്ചിൽ MDSൽ ഉണ്ടെങ്കിൽ 5 പേരെങ്കിലും ഒരു ജീവനക്കാരൻ്റെ പ്രേരണയാൽ വന്നതായിരിക്കണം. റീജിയണൽ ജീവനക്കാർക്ക് അവരുടെ റീജിയണിലെ ഒരു ബ്രാഞ്ച് D ക്ലാസ്സിൽ നിന്ന് C ക്ലാസ്സിലേക്ക് മാറുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 2%, സിയിൽ നിന്ന് ബിയിലേക്ക് മാറുമ്പോൾ 4%, ബിയിൽ നിന്ന് എയിലേക്ക് മാറുമ്പോൾ 6% അതാത് റീജിയണിലെ ഓരോ ബ്രാഞ്ചിൻ്റെ മാറ്റത്തിൽ ലഭിക്കും. അതാണ് റീജിയണൽ ഓഫീസിലെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്നത്. ഹെഡ് ഓഫീസ് ജീവനക്കാർക്ക് അവരുടെ അധികാര പരിധിയിലുള്ള ഒരു ബ്രാഞ്ച് D ക്ലാസ്സിൽ നിന്ന് C ക്ലാസ്സിലേക്ക് മാറുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 1%, സിയിൽ നിന്ന് ബിയിലേക്ക് മാറുമ്പോൾ 2%, ബിയിൽ നിന്ന് എയിലേക്ക് മാറുമ്പോൾ 3% ഹെഡ് ഓഫീസിൻ്റെ കീഴിലുള്ള ഓരോ ബ്രാഞ്ചിലെ മാറ്റത്തിൽ ലഭിക്കും. ഹെഡ് ഓഫീസ് ജീവനക്കാർക്ക് 1%, 2%, 3% സംസ്ഥാനത്തെ ഏതു ബ്രാഞ്ചിലെ മാറ്റത്തിന് ലഭിക്കും. PF വിഹിതം അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10%, പെൻഷൻ വിഹിതം 8%, ഇൻഷുറൻസ് വിഹിതം ആകെ പ്രീമിയം തുകയുടെ 1/12 എന്ന ക്രമത്തിലും
ആകെ ശമ്പളത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഡിഡക്റ്റ് ചെയ്യുന്ന തുകയുടെ 7.5% വാർഷിക പലിശയുടെ കുമുലേറ്റീവ് പ്രകാരമുള്ള തുകയാണ് PFും റിട്ടയർമെൻറ്റും പെൻഷനും ഹെൽത്ത് കംപോർട്ടേഷനും കണക്കാക്കുന്നത്. ഈ ഫണ്ട് ആയത് ബ്രാഞ്ചിൽ തന്നെ നിക്ഷേപിക്കുന്നതാണ്. അടുത്തത്, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകൾ സ്ഥലം മാറി സ്ഥാപിക്കുകയോ കസ്റ്റമേഴ്സ് ബാധ്യതകൾ തീർത്ത് രജിസ്ട്രാറുടെ അനുവാദത്തോടെ നിർത്തലാക്കാനും ഇവിടെയുള്ള ജീവനക്കാരെ ഒഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പുനർവിന്യസിക്കാനും അതുവരെയുള്ള ആനുകൂല്യങ്ങൾ നൽകി പിരിച്ചുവിടാനും കേന്ദ്ര സഹകരണ നിയമം അനുശാസിക്കുന്നു. ബ്രാഞ്ചുകളുടെ പൂർണ്ണ പ്രവർത്തനം ബ്രാഞ്ച് ജീവനക്കാരെ നിക്ഷിപ്തമാണ്. ഇവയുടെ ലാഭനഷ്ടത്തിൽ ജീവനക്കാർ പങ്കാളികളാണ് എന്നും സഹകരണ നിയമം അനുശാസിക്കുന്നു. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ ഇതെങ്ങനെയാണെന്ന്.